റോഡിന്റെ ദുരിതം കൊണ്ട് മാത്രം 2 പേർക്ക് ചികിത്സ വൈകിയതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഓൾക്ക് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് പറ്റി. ഞങ്ങൾ എടുക്കാൻ ഈ റോഡിന് പോണി എത്ര ആളെ കാലാ പോയി പിടിക്കണ്. MLA പറയുന്നു 10 ലക്ഷം പാസ്സായിക്കുന്നു. ഇതുവരെ ഒരു അഡ്രസ്സും കിട്ടിയില്ല, റോഡായിട്ടില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ചന്തക്കുന്ന് മജ്മക്കുന്ന് റോഡിന്റെ ദുരവസ്ഥയിൽ നട്ടം തിരിഞ്ഞ് 20-ലേറെ കുടുംബങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സായിപ്പുമാർ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന നിലമ്പൂരിലെ പ്രധാന റോഡുകളിലൊന്നാണ് ഈ റോഡ്. എന്നാൽ വർഷങ്ങളായി ഈ റോഡിനോട് കാണിക്കുന്ന അവഗണനയാണ് 20-ലേറെ കുടുംബങ്ങൾ ഇന്ന് യാത്രാക്ലേശം അനുഭവിക്കാൻ കാരണം. PV അബ്ദുൽ വഹാബ് MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോട് ചന്തക്കുന്ന് മജ്മക്കുന്ന് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത്. വർഷങ്ങളായിട്ട് റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ്? പ്രായമുള്ള ആളുകൾ, ബുദ്ധിക്ക് സുഖമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരു സമയത്ത് വയ്യാത്ത ആളെ എടുത്തു കൊണ്ടുവന്ന സാഹചര്യം അവിടെ ഉള്ള ഈ റോഡ് കണ്ടാൽ നമുക്കറിയാം. വർഷങ്ങളായിട്ട് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ ആകെ പറയുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ ആവശ്യമാണ്. ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഫണ്ട് പാസ്സായി എന്ന് പറയല്ലാതെ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും മുനിസിപ്പാലിറ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ റോഡ് നന്നാക്കലാണ്. ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്, സ്കൂൾ കുട്ടികളെ ആശ്രയിക്കുന്ന റോഡാണ്. അങ്ങനെ എല്ലാ തരത്തിലും പ്രയോജനപ്പെടുന്ന റോഡായിട്ട് പോലും അധികാരികൾ യാതൊരു തരത്തിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. റോഡ് പൂർണ്ണമായി തകർന്നതോടെ രോഗികളെ ചുമന്നുകൊണ്ട് വേണം റോഡിലൂടെ വാഹന സൗകര്യമുള്ള റോഡിലേക്ക് എത്തിക്കാൻ. ഈ റോഡിന്റെ ദുരിതം കൊണ്ട് മാത്രം 2 പേർക്ക് ചികിത്സ വൈകിയതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ആശുപത്രിയിലോട്ട് എത്തിക്കുക എന്നുള്ളത് വളരെ വളരെ ദുരിതപൂർണമായ ഒരു സിറ്റുവേഷനാണ്. കാരണം 1 കിലോമീറ്റർ അടുത്ത് തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും ഇവിടുന്ന് ഒരാളെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഒരു ഓട്ടോ വിളിച്ച് എത്തുമ്പോഴേക്കും ആളുടെ അവസ്ഥ അങ്ങെത്തിയിട്ടുണ്ടാവും. ഒന്നും പറയാനില്ല. അങ്ങനെ 2 പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് നിലവിൽ. നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് ഈ റോഡ് എന്നതും ശ്രദ്ധേയമാണ്. PV അൻവർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം നൽകാമെന്ന് പറഞ്ഞ റോഡ് കൂടിയാണിത്. ഉയരമുള്ള സ്ഥലത്തായതിനാൽ കുടിവെള്ള പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. പ്രദേശത്ത് ഒരു കിണർ പോലുമില്ല. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയാണ് ഇവിടുത്തുകാർക്ക് ഏക ആശ്രയം. അധികൃതർ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്റെ ഭർത്താവിന് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കെട്ടി പറഞ്ഞു. കുട്ടി പറഞ്ഞ ഓൾക്ക് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കെട്ടി. ഞങ്ങൾ എടുക്കാൻ ഈ റോഡിന് പോണി എത്ര ആളെ കാലാ പോയി പിടിക്കണ്. ഇതിന് ഞങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം കിട്ടണം. ഇപ്പൊ ഈ അവസ്ഥ നോക്കണം. നിങ്ങൾ ഈ വിസല് നോക്കിയാൽ ആണെങ്കിൽ ഞങ്ങളെ അവസ്ഥ വളരെ ദുർലഭമായി. വണ്ടികൾ വിളിച്ചാൽ ഒരു സൂക്കേട് പിടിച്ചാൽ വാഹനങ്ങൾ കിട്ടൂല, ഓട്ടോറിക്ഷ കിട്ടൂല, പോകാൻ പറ്റൂല. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. MLA പറയുന്നു 10 ലക്ഷം പാസ്സായിക്കുന്നു. ഇതുവരെ ഒരു അഡ്രസ്സും കിട്ടിയില്ല, റോഡായിട്ടില്ല. നാട്ടുകാരുടെ പ്രതിഷേധമറിഞ്ഞ ഉടൻ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്നും നഗരസഭാ ഫണ്ടിൽ തന്റെ ഇടപെടലിനെ തുടർന്ന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഡിവിഷൻ കൌൺസിലർ റനീഷ് കുപ്പായി പറഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ചാനൽ 10 നിലമ്പൂർ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.